ഓരോ ആചാരങ്ങൾക്ക് പിന്നിലും ഓരോരോ വിശ്വാസങ്ങളുണ്ട്. ഓരോ വിശ്വാസങ്ങൾക്ക് പിന്നിലും ഓരോ കഥകളുമുണ്ട്. പരമേശ്വരൻ നീലകണ്ഠനായ കഥ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ കൂടിയും ഒന്നുകൂടി കേൾക്കാം, കാണാം. ഈ കഥയുടെ അവതരണത്തിൻ്റെ ഭാഗമാകാൻ നമ്മുടെ കുട്ടികളും തയ്യാറാണ്. എല്ലാവരുടെയും ശ്രദ്ധ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എങ്കിൽ കഥ ആരംഭിക്കാം. എതിരില്ലാത്ത തപശക്തികളുടെ അധിപൻ, ക്രോധമൂർത്തി, അതിലുപരി ശിവാംശവുമായ ദുർവാസാവ് മഹർഷിക്ക് ദേവിക്ക് ചാർത്തിയ പൂമാല പ്രസാദമായി ലഭിച്ചു. ഒരു തപസ്വിക്ക് എന്തിനു പൂമാല? ദേവിയുടെ പ്രസാദമായ പൂമാല ദേവരാജൻ ഇന്ദ്രന് നൽകാൻ മഹർഷി തീരുമാനിച്ചു. അങ്ങനെ ചിന്തിച്ചു നിന്നപ്പോൾ അലങ്കരിച്ച ആനപ്പുറത്ത് അതാ സാക്ഷാൽ ദേവേന്ദ്രൻ എഴുന്നള്ളുന്നു. സൂര്യനെ പോലെ തേജസ്സുള്ള ഇന്ദ്രനെ കണ്ടപ്പോൾ മഹർഷി ഉറപ്പിച്ചു, ഈ ഉപഹാരം ദേവേന്ദ്രന് തന്നെ കൊടുക്കാം. മഹർഷിയെ കണ്ടതും ദേവേന്ദ്രൻ ആനപ്പുറത്ത് നിന്നിറങ്ങി കൈകൂപ്പി നിന്നു. പ്രണാമം മഹർഷി. നല്ലത് വരട്ടെ. അങ്ങേക്ക് ഈ പൂമാല ഉപഹാരമായി നൽകാൻ വന്നതാണ് നാം. ഈ പ്രസാദം അങ്ങേക്ക് അത്യന്താപേക്ഷിതവുമാണ്. ക്ഷമിച്ചാലും മഹർഷി, ഞാൻ ദേവരാജൻ ഇന്ദ്രനാണ്. എൻ്റെ പക്കൽ രത്നങ്ങളും പവിഴങ്ങളും പതിച്ച എത്രയോ മാലകളുണ്ട്. എനിക്കെന്തിനാണ് ഈ സാധാരണ പൂമാല? എൻ്റെ മിത്രം ഗജരാജൻ, അവൻ ഇത് വളരെയധികം ഇഷ്ടമാകും. ഞാനിത് അവന് കൊടുക്കാം. ദിവ്യമായ പുഷ്പങ്ങളുടെ സുഗന്ധത്താൽ ആകൃഷ്ടരായ വണ്ടുകൾ ഗജരാജന് ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ദേവരാജൻ, നിന്റെ കർമ്മത്തിനുള്ള ഫലം നാം നിനക്ക് ഇപ്പോൾ തന്നെ നൽകുന്നതാണ്. അഹങ്കാരിയായ ഇന്ദ്ര, നീയും നിന്റെ വർഗവും ഐശ്വര്യവും ശക്തിയും വെടിഞ്ഞ് ജരാനരകൾ ബാധിച്ചവരായി തീരട്ടെ. ദേവേന്ദ്രൻ ഞെട്ടിവിറച്ചു. ആ നിമിഷം തന്നെ ശോഭയാർന്ന ദേവരാജൻ ഒരു വൃദ്ധനെ പോലെ ജരാനരകൾ ബാധിച്ച് ശക്തിഹീനനായി മാറി. ദേവേന്ദ്രൻ പേടിച്ചു വിറച്ചുകൊണ്ട് കോപാഗ്നിയിൽ ജ്വലിച്ചു നിൽക്കുന്ന ദുർവാസാവ് മഹർഷിയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. മഹർഷി, മാപ്പ് നൽകിയാലും ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകിയാലും. ദേവേന്ദ്ര, ശിക്ഷകൾ നൽകുന്നത് തെറ്റുകൾ തിരുത്താനാണ്. ഇത്രയും പെട്ടെന്ന് ശാപമോക്ഷം നൽകിയാൽ നീ അഹങ്കാരം വെടിയുകയില്ല. മാപ്പ് നൽകിയാലും മഹർഷി, ശക്തിഹീനവും ഐശ്വര്യം ക്ഷയിച്ചതുമായ ഈ അവസ്ഥ ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ക്ഷമിച്ചാലും മഹർഷി, ക്ഷമിച്ചാലും. ശരി, അതിനായി നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യേണ്ടി വരുന്നതാണ്. എന്നാൽ മാത്രമേ കർമ്മബോധരായും അഹങ്കാര വിമുക്തരായും നിങ്ങൾ മാറുകയുള്ളൂ. സമുദ്രമഥനം നടത്തേണ്ടിയിരിക്കും. ദേവന്മാർ വ്യാകുലരായി. ശക്തിയും തേജസ്സും നഷ്ടമായ അവസ്ഥയിൽ എങ്ങനെ പാലാഴിമഥനം നടത്താൻ സാധിക്കും? സംശയ നിവാരണത്തിനായി അവർ ബ്രഹ്മലോകത്തിലെത്തി. പ്രണാമം ബ്രഹ്മദേവ. തഥാസ്തു. പറഞ്ഞാലും ദേവേന്ദ്ര, എന്താണ് അങ്ങയെ വ്യാകുലപ്പെടുത്തുന്നത്? അങ്ങയിൽ നിന്നൊന്നും ഒളിവല്ലല്ലോ. അല്ലയോ സൃഷ്ടാവേ, പാലാഴിമഥനത്തിനുള്ള ഉപായം അരുളി ചെയ്ത് ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചാലും. അങ്ങയുടെ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി സൃഷ്ടിയുടെ സംരക്ഷകനായ ശ്രീഹരിയുടെ പക്കൽ മാത്രമേയുള്ളൂ.
ബ്രഹ്മാവും മറ്റ് ദേവന്മാരും വിഷ്ണുലോകത്തിലെത്തി അനന്തശയ്യയിൽ വിരാജിതനായ നാരായണനോട് സമസ്യയ്ക്കുള്ള സഹായം അഭ്യർത്ഥിച്ചു. രക്ഷിച്ചാലും നാരായണ, രക്ഷിച്ചാലും. എന്താണ് ദേവരാജൻ, വളരെ വ്യാകുലനാണല്ലോ. അല്ലയോ നാരായണ, ദുർവാസാവ് മഹർഷി ശാപമോക്ഷമായി സമുദ്രമഥനമെന്ന ആശയമാണ് നൽകിയിരിക്കുന്നത്. ശക്തിഹീനമായ ഈ അവസ്ഥയിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ചിന്തിക്കേണ്ട വിഷയമാണ്. ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ ഇടയ്ക്ക് നല്ലതല്ലേ ദേവേന്ദ്ര? ഞങ്ങളെ ലജ്ജിതരാക്കാതെ നാരായണ. ശരി ശരി. രക്ഷയ്ക്കായി ശത്രുവിനോട് സന്ധി ചേരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുവോ? അല്ലയോ നാരായണ, അസുരന്മാരോ? അവരെന്തിനു നമ്മെ സഹായിക്കണം? എന്താണ് ദേവേന്ദ്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങ് സമർത്ഥനാണെന്നാണ് ഞാൻ കരുതിയത്. സാഗരമഥനത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്തും ഭാഗിച്ചു നൽകാമെന്നാണോ അങ്ങ് ഉദ്ദേശിച്ചത്? ഈ പ്രസ്താവന അസുരന്മാരെ ഒന്ന് അറിയിച്ചു നോക്കൂ. അങ്ങയുടെ സമസ്യയ്ക്ക് പരിഹാരം ലഭിക്കുമോ എന്ന് നോക്കാം. അസുരന്മാർ ദേവന്മാരുടെ ആവശ്യം അംഗീകരിച്ചു. അമൃതോത്പത്തിയും അതുമൂലം ദേവന്മാർ ശാപമോക്ഷരാകുമെന്നുമുള്ള കാര്യം അസുരന്മാരിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു. എന്നാൽ ദാനവർ ഇത് മനസ്സിലാക്കുകയും അമൃത് കൈക്കലാക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ സമുദ്രമഥനം ആരംഭിച്ചു. കടക്കോലായി മന്ദരപർവ്വതവും കയറായി നാഗശ്രേഷ്ഠൻ വാസുകിയുമെത്തി. അസുരന്മാർ വാസുകിയുടെ തലഭാഗവും ദേവന്മാർ വാൽഭാഗവും പിടിച്ച് സമുദ്രമഥനം ആരംഭിച്ചു. എന്നാൽ ആരംഭത്തിൽ തന്നെ പ്രയത്നത്തിന് വിഘ്നം സംഭവിച്ചു. മന്ദരപർവ്വതം തൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട് സമുദ്രത്തിൽ താഴാൻ തുടങ്ങി. ഇനി എന്ത്? രക്ഷിക്കണേ നാരായണ, രക്ഷിക്കണേ. സ്വയരക്ഷയ്ക്കായി കണ്ടെത്തിയ മാർഗം നോക്കൂ. ഇതിലും ഇവർ പരാജയപ്പെടുകയുള്ളൂ. നിങ്ങൾ കണ്ടെത്തിയ പർവ്വതം ഈ മഹാകാര്യത്തിന് അയോഗ്യമാണ്. ദൃഢമായ മറ്റെന്തെങ്കിലും കണ്ടെത്തിക്കൂടെ? മൂഢന്മാരെ, മന്ദരപർവ്വതത്തിന്റെ ദിവ്യതയിലും ദൃഢതയിലും സംശയിക്കുന്നുവോ? ഒരു അടിത്തറ ഇല്ലാത്തതുകൊണ്ടാണ് മന്ദരപർവ്വതം ഉറച്ചു നിൽക്കാത്തത്. ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ ആലോചിക്കാത്തത്? ഞങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് മറക്കാതിരിക്കുക. സാക്ഷാൽ മഹാവിഷ്ണു പ്രപഞ്ചരക്ഷയ്ക്കായി എപ്പോഴും എത്തുക തന്നെ ചെയ്യും, അല്ലേ? പാലാഴിമഥനം കഴിയുന്നതുവരെ മന്ദരപർവ്വതത്തെ താങ്ങി നിർത്താൻ 1,00,000 യോജന വിസ്തീർണമുള്ള കൂർമാവതാരമായി ശ്രീഹരി അവതാരമെടുത്തു. മന്ദരപർവ്വതം ഒരു തൂവലിനെ പോലെ സരളമായി നാരായണൻ തൻ്റെ പുറത്ത് താങ്ങി നിർത്തി. അങ്ങനെ സമുദ്രമഥനം പുനരാരംഭിച്ചു. സമുദ്രമഥനത്തിൽ നിന്ന് പരമപ്രഥമമായി എത്തിയത് ഹലാഹൽ, അതായത് കാളകൂടമെന്ന ഭയാനക വിഷമാണ്. പ്രപഞ്ചത്തിനെ ഉന്മൂലനം ചെയ്യാൻ ഈ വിഷത്തിനാകും. വിഷത്തിൻ്റെ സാന്നിധ്യം അന്തരീക്ഷത്തിലെത്തിയതും ദേവന്മാരും അസുരന്മാരും മാത്രമല്ല, പക്ഷിമൃഗാദികൾ, ജീവജാലങ്ങൾ, സർവപ്രപഞ്ചവും അസ്വസ്ഥതയിലായി. സാക്ഷാൽ മഹാദേവന് മാത്രമേ ഈ സമസ്യയിൽ നിന്ന് ബ്രഹ്മാണ്ടത്തെ രക്ഷിക്കാനാകുകയുള്ളൂ. എല്ലാവരും കൈലാസനാഥനിൽ അഭയം പ്രാപിച്ചു. कर्पूरगारं करुणावतारं संसार
സംസാരസാരം ഭുജഗേന്ദ്രഹാരം കർപ്പൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുജഗേന്ദ്രഹാരം സദാ വസന്തം ഹൃദയാരവിന്ദേ സദാ വസന്തം ഹൃദയാരവിന്ദേ ഭവം ഭവാനി സൈതം നമാമി ഭവം ഭവാനി സൈതം നമാമി. രക്ഷിച്ചാലും മഹാദേവ രക്ഷിച്ചാലും. ആരാധ്യ, ഈ പ്രപഞ്ചരക്ഷയ്ക്കായി അങ്ങ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ പരിണിത ഫലം എന്താണെന്നോ ഈ വിഷത്തിന്റെ കാഠിന്യമോ നമുക്കറിവുള്ളതല്ല. ഇതിന്റെ പരിണിത ഫലം എന്താണെങ്കിലും പ്രപഞ്ചരക്ഷയ്ക്കായി ഈ കാളകൂട വിഷം പാനം ചെയ്യാൻ നാം തയ്യാറാണ്. പരമേശ്വര, ഞാൻ അങ്ങയുടെ പത്നി. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടാവും. जल प्रवाह पावितस्थले गलेवलम्ब्य लम्बिताम्बुजङ्ग तुङ्ग मालिका ढमट्टमट्टमट्टमन्निनाद वट्टवर्वयं चकार चण्ड ताण्डवं तनोतु न शिव शिव. മഹാദേവൻ കാളകൂട വിഷം പാനം ചെയ്തത് ശിവരാത്രിയുടെ നാളിലാണ് എന്നാണ് ഐതിഹ്യം. ദേവി പാർവതി ശിവസേവ ചെയ്ത് അന്നേ രാത്രി കഴിച്ചുകൂട്ടി. സ്ത്രീകൾ ഭർത്തരക്ഷയ്ക്കായി ശിവരാത്രി നോയമ്പ് അനുഷ്ഠിക്കുന്നത് ഈ വിശ്വാസപ്രകാരമാണ്. എല്ലാവരും ഒന്നിച്ചു സ്തുതിക്കൂ. ഓം നമഃ ശിവായ. നമ്മുടെ കുട്ടികൾ അവതരിപ്പിച്ച ശിവോഹം എന്ന ഈ കൊച്ചു നാടകത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. കഥ, തിരക്കഥ, സംഭാഷണം സ്നേഹാനിധിൻ, ശബ്ദമിശ്രണം സംവിധാനം സുധി, സോമിഷ ആൻഡ് സ്നേഹ. അഭിനയിച്ചവർ സിദ്ധാർത്ഥ് മോത്തി, മിലൻ മോത്തി, വൈഭവ് രാംദാസ്, സാത്വിക നിതിൻ, ശ്രീമയി പ്രവീൺ, വേദിക ശ്രീജിത്ത്, ആലിയ സുഭാഷ്, നിരഞ്ജൻ, രോഹിത് വിഷ്ണു, ഇഷാനി വിഷ്ണു ആൻഡ് ആവണി അനീഷ്. ശബ്ദം നൽകിയവർ സുധി, സോമിഷ, സ്നേഹ, പ്രവീൺ, രാംദാസ്, സജിത, നിധിൻ, യദുരാജ് ആൻഡ് രാജീവ്. ഓം നമഃ പാർവതി പതയേ ഹര ഹര മഹാദേവ.